എന്താണ് പ്രാർത്ഥനയും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം? വ്യക്തിപരമായ പ്രാർത്ഥനകൾ പൊതുവെ നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി വിവിധ നിയോഗങ്ങളോടെയുള്ള നമ്മുടെ അപേക്ഷകളും യാചനകളുമാണ്. എന്നാൽ ആരാധന പ്രധാനമായും ദൈവത്തിൻ്റെ ഔന്നത്യത്തെയും അവിടുത്തെ രക്ഷാകര വ്യാപാരങ്ങളെയും അനുസ്മരിച്ചുകൊണ്ട് നാം ദൈവത്തിനർപ്പിക്കുന്ന ആരാധന സ്തുതി സ്തോത്രങ്ങളാണ്. പ്രാർത്ഥന നാം ദൈവത്തോട്, എന്നാൽ ആരാധന നാം ദൈവത്തിന് അർപ്പിക്കുന്നത്. ആരാധനയിലൂടെ ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ജനത്തെ വിശുദ്ധീകരിച്ച് ദൈവത്തോട് അടുപ്പിക്കുകയും അനേകർക്ക് ദൈവകൃപ ഒഴുക്കിക്കൊടുക്കുകയും ചെയ്യുന്നു. ദൈവ തിരുമുൻപിൽ കേവലം യാചകരായി നിൽക്കേണ്ടവരല്ല നാം. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ പോലും ആരാധനാഭാവമാണ് വേണ്ടത്. വ്യക്തിപരമായ പ്രാർത്ഥനകൾ ആരാധനക്രമപരമായ പ്രാർത്ഥനകളെ പരിപോഷിപ്പിക്കുന്നതാകണം. നമുക്ക് അനശ്വര സൗഭാഗ്യം പകരുന്നവയാണ് ദൈവാരാധനയും സാബത്താചരണവും. ദൈവാരാധന ദൈവജനത്തിൻ്റെ കടമയും ആനന്ദവും സൗഭാഗ്യവുമാകയാൽ ദൈവാരാധനയ്ക്കായി ദിവസവും 7 യാമങ്ങളിൽ ദൈവമക്കൾ തിരുമുൻപിൽ അണയുന്നു. 7 യാമങ്ങളിലും സാധിച്ചില്ലെങ്കിൽ രാവിലെയും വൈകിട്ടുമെങ്കിലും നാം തിരുമുൻപിൽ അണയണം. ഇതുകൂടാതെ ഞായറാഴ്ചകളും കടമുള്ള തിരുനാളുകളും ദൈവാരാധനയ്ക്കായി മാറ്റിവെക്കാനും ലാഭേച്ഛയുള്ള ജോലികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും 3-ാം പ്രമാണം നമ്മെ അനുശാസിക്കുന്നു. പുറപ്പാട് 20:8-11 വരെ. തിരുസഭയുടെ കൽപ്പനയും ഇതിന് നമ്മെ ചുമതലപ്പെടുത്തുന്നു. ദൈവമായ കർത്താവിനെയും അവിടുത്തെ രക്ഷാകര പ്രവർത്തനങ്ങളെയും ഓർത്ത് ധ്യാനിക്കുന്നതിനും അവിടുത്തെ ആരാധിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനുമായി വേർതിരിക്കപ്പെട്ട ദിനമാണ് സാബത്ത്. നിയമാവർത്തനം 5:13-15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. പുറപ്പാട് 20:11. ദൈവത്തോടൊത്തുള്ള നിത്യവിശ്രമത്തിൻ്റെ ആത്മനിർവൃതി ഇഹത്തിൽ അനുഭവിക്കാൻ സാബത്ത് വിശുദ്ധമായി നാം ആചരിക്കണം. ദൈവത്തോടൊത്തുള്ള നിത്യവിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ നാം സദാ ഉത്സുകരായിരിക്കണം. കർത്താവിനെ ധിക്കരിച്ചവരാരും വാഗ്ദത്ത ഭൂമിയിലെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് സംഖ്യാപുസ്തകം 14:28 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ശപഥം ചെയ്യുന്നതും എബ്രായർ 4:3 മുതലുള്ള വാക്യങ്ങൾ നൽകുന്ന ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കുവാനുള്ള ആഹ്വാനവും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.